രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ ഉയർത്തിയ വോട്ട് ചോരി ആരോപണം വലിയ ജനശ്രദ്ധ ആകർഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായാണ് ഏറ്റെടുത്തത്. കഴിഞ്ഞ ദിവസവും രാഹുൽ ഗാന്ധി വോട്ട് വെട്ടുന്നതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂക്ഷമായി വിമർശിച്ചാണ് രാഹുൽ ഇന്നലെ ആരോപണങ്ങൾ നിരത്തിയത്. എന്നാൽ രാഹുലിന്റെ ആരോപണങ്ങളിൽ കോൺഗ്രസിനകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ നിരന്തരമായി ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾ കോൺഗ്രസിനകത്തെ ചിലർക്കത്ര ദഹിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചില അസ്വാരസ്യങ്ങൾ തലപൊക്കി തുടങ്ങിയിരിക്കുന്നു എന്ന വിവരം പുറത്തേക്ക് വരികയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. സംഘടനാ സ്ഥാപനത്തിനെതിരായ ഇത്തരം തുടർച്ചയായ ആരോപണം തിരിച്ചടിയാകുമോ എന്നതാണ് ആശങ്ക. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണത്തിൽ രാഹുൽ ഗാന്ധി കോടതിയെ സമീപിക്കാത്തതിലും അവ്യക്തത തുടരുകയാണ്. പ്രതിഷേധങ്ങൾ എത്തരത്തിലാണ് മുന്നോട്ടു പോവുക എന്ന കാര്യത്തിലും ഈ വിഭാഗത്തിന് ആശങ്കയുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. ആരോപണങ്ങളിൽ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധി മറുപടി നൽകിയത്. എന്നാൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നിയമവിദഗ്ധർ ഉൾപ്പെടെ സംഭവത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കണമെന്ന അഭിപ്രായമാണ് ഉയർത്തുന്നത്. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ആദ്യം നടത്തിയ വാർത്താ സമ്മേളനം വലിയ പ്രചാരം നേടുകയും പ്രവർത്തകർ അത് ഒന്നടങ്കം ഏറ്റെടുത്തിരുന്നുവെങ്കിലും ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ പല പാളിച്ചകളും വ്യക്തതക്കുറവും ഉണ്ടായി എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇന്നലെയായിരുന്നു വോട്ട് ചോരിയിൽ രാഹുലിന്റെ രണ്ടാമത്തെ വാർത്താ സമ്മേളനം. താൻ പറഞ്ഞ ഹൈഡ്രജൻ ബോംബ് അല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ വാർത്താ സമ്മേളനം ആരംഭിച്ചത് തന്നെ. വോട്ടർ പട്ടികയിൽ നിന്ന് ചില വിഭാഗങ്ങളുടെ പേര് വെട്ടുന്നതിനായി ദശലക്ഷക്കണക്കിന് ആളുകളെ വ്യവസ്ഥാപിതമായി ലക്ഷ്യം വെക്കുന്നു എന്നാണ് രാഹുൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വോട്ടുകൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് എന്നും രാഹുൽ പറഞ്ഞിരുന്നു. ചില വിഭാഗങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ തെളിവുകളുണ്ട്. 100% ഉറപ്പുള്ളത് മാത്രമാണ് പറയുന്നത് എന്നാണ് രാഹുലിന്റെ അവകാശവാദം. കർണാടകയിൽ നിന്നുള്ള കൂടുതൽ തെളിവുകൾ ലഭിച്ചു എന്നും രാഹുൽ പറഞ്ഞു. രാജ്യത്തിനെതിരായി ഞാൻ ഒന്നും പറയുന്നില്ല എന്നും തെളിവുകളാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുമാണ് രാഹുൽ പറയുന്നത്. എന്നാൽ രാഹുലിന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ചില പാളിച്ചകളുണ്ടായി, ചില അവ്യക്തതകൾ ഉണ്ടായി. ഇത് ബി തന്നെ ചൂണ്ടിക്കാണിച്ചു. ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഹുലിന്റെ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് രംഗത്തു വന്നു. രാഹുലിന് ആദ്യ വാർത്താ സമ്മേളനത്തിൽ നേടിയ സ്വീകാര്യത ഇന്നലെ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അത് കോൺഗ്രസിനകത്ത് തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ അടക്കം പറയുന്നത് കോടതിയെ സമീപിക്കാനാണ്. പക്ഷെ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി കോടതിയെ സമീപിക്കുന്നില്ല എന്നതും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ വോട്ട് ചോരിയുടെ സ്വീകാര്യത നഷ്ടപ്പെടുമോ എന്ന ആശങ്ക കോൺഗ്രസിനകത്തെ ഒരു വിഭാഗത്തിനുണ്ട്. കോൺഗ്രസിനകത്തു തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ അവ്യക്തത നിലനിൽക്കുകയാണ്.